മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 11 തിരുവാക്യം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സങ്കീർത്തകനായ ദാവീദിന്റെ ഹൃദയ തകർച്ചയോടുകൂടിയ പ്രാർത്ഥനയാണത്. പ്രിയ സഹോദര സഹോദരി, ദാവീദ് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകരുത്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകരുത്, എൻ്റെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, കർത്താവേ എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകരുത്. ഇതൊന്നുമല്ല ദാവീദ് പ്രാർത്ഥിച്ചത്. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. എത്ര ജ്ഞാനപൂർണമായ പ്രാർത്ഥനയാണിത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ മക്കളിൽ, തലമുറകളിൽ, പ്രവർത്തന മേഖലകളിലെല്ലാം ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ജീവിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെ നമ്മളെ വിഷമിപ്പിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരിടുന്ന തകർച്ചകള്, ദുരന്തങ്ങള്, പരാജയങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, ഇതെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ മധ്യേ ജീവിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെല്ലാവരും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുവാൻ, ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുവാൻ, ആത്മാവെല്ലാം ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും ദൈവാനുഗ്രഹത്തിന്റെ പകർച്ചയുണ്ടാകുവാൻ ഹൃദയം തുറന്ന് സ്വരമുയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വരണമേ, ഞങ്ങളിലേക്ക് വരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ആത്മപകർച്ചയാ ഞങ്ങളുടെ ജീവിതങ്ങൾ, കുടുംബങ്ങളെ, തലമുറകളെ, സമൂഹങ്ങളെ, ദേശാന്തരങ്ങളെ പൂരിതമാക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിലുടനീളം അങ്ങ് പരിവർത്തിക്കണമേ. ഹല്ലേലൂയ. കരമടിച്ച് അഭിഷേകത്തിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, 10,000ങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കാട്ടുതീ പോലെ കത്തി പടരുന്ന സമയമാണ്. എല്ലാം മറന്ന് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുകയാണ്. വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. കരമടിച്ച് പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാ നീ തന്നിടണേ, തന്നിടും എന്നെ പൂർണ്ണമായിന്ന് നാദാ നിൻ സന്നിധിയിൽ. ചേർന്ന് പാടുന്നു.
ആമേൻ. നല്ലൊരു കാലം നാഥാ നാഥാ നീ നീ തന്നിടണേ. തന്നിടും തന്നെ. നമ്മുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സന്നിധിയിൽ പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശിയ ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടുവാൻ. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിലെല്ലാം സ്നേഹത്തിന്റെ ഐക്യതയുടെ അഭിഷേകം തീ പോലെ കത്തിപ്പടരട്ടെ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ കരങ്ങൾ ഉയർത്തി അടിച്ചു പാടുന്നു. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും തന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ. സകല കെട്ടുമണിക്കണമേ. എല്ലാ കുരുക്കുകളെയും അഴിച്ചു കളയണമേ. സ്പിരിറ്റ് മൂവ് മൂവ്. എല്ലാവരും പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും തന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധി. നാഥാ നിൻ സന്നിധിയിൽ. ആത്മാവേ ഗുഹായേ നാഥാ നിൻ സന്നിധിയിൽ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ ഹൃദയം തുറന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സർവശക്തനായ നിത്യനായ സർവജ്ഞാനിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് മേൽ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ആത്മപകർച്ചയുണ്ടാകട്ടെ. ആത്മശക്തിയാൽ ജനം മുഴുവൻ നിറയപ്പെടട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല കെട്ടുകളെയും പരിശുദ്ധാത്മാവ് അഴിച്ചു കളയണമേ. എല്ലാ കുരുക്കുകളെയും പരിശുദ്ധാത്മാവെ പൊട്ടിച്ചു കളയണമേ. ഹൃദയ കഠിനതകളെ പരിശുദ്ധാത്മാവ് നീക്കം ചെയ്യണമേ. ജനലക്ഷങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ തീ സകല കുടുംബങ്ങളിലും കത്തട്ടെ. അഭിഷേക തീ പടരട്ടെ. കൃപയുടെ തീ പടരട്ടെ. എല്ലാവിധ പൈശാചിക പോരുകളും പോരാട്ടങ്ങളും അഭിഷേക തീ കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങൾ ആത്മപകർച്ച കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ യുവജനങ്ങളെയും ദമ്പതിമാരെയും ബഹുമാനപ്പെട്ട സമർപ്പിതരെയും വൈദികരെയും ആത്മപകർച്ച കൊണ്ട് പൂരിതമാക്കണമേ. സ്പിരിറ്റ് അനോയിന്റ്. ഈ കാലഘട്ടത്തിൽ ആത്മശക്തിയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. കം കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ. ഓ ഹോളി സ്പിരിറ്റ്, സ്പീക്ക് ടു us. സ്പീക്ക് ടു us. ആത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളെല്ലാവരും ആത്മപകർച്ചയിൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് അല്പസമയം ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മപകർച്ചയ്ക്കായി ആഗ്രഹിക്കുക. ആത്മപകർച്ചയ്ക്കായി നമ്മൾ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. വാഴ്ത്തപ്പെട്ടപ്പോൾ 6-ാമൻ മാർപ്പാപ്പ ഈ ഒരു യുഗത്തെ പരിശുദ്ധാത്മാവിന്റെ യുഗമെന്നാണ്
വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ 23 മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സുനകദോസ് വിളിച്ചു കൂട്ടുന്നതിന് മുൻപ് ഇപ്രകാരം മാർപ്പാപ്പ പ്രാർത്ഥിച്ചു: പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പന്തക്കൊസ്സയായി ഞങ്ങളുടെ ദിനങ്ങളിൽ ആവർത്തിക്കണമേ. വിശുദ്ധനായ ജോൺ 23 മാർപ്പാപ്പയോടൊപ്പം നമുക്കും ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ വചനത്തിലൂടെ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? ആത്മനിറവോടെ അപ്പോസ്തലനായ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ വചനം കേൾക്കുവാൻ സമ്മേളിച്ചിരിക്കുന്ന ആ ജനത്തിന്റെ മധ്യയിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഈ സമയത്ത് അവരെല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ശക്തമായ ആത്മപകർച്ച അവർക്കുണ്ടാകുകയാണ്. ഇതേ അനുഭവം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കെല്ലാം ഒരുപോലെ ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ആത്മീയത നമുക്ക് ആഴമേറിയൊരു അനുഭവമാകണമെങ്കിൽ കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ ജീവിതം, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ആധ്യാത്മികത, ഇതിലെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ സ്പാർക്ക് ഉണ്ടാകണമെങ്കിൽ, ഐക്യവും സ്നേഹവും നമ്മളിൽ നിറഞ്ഞൊഴുകണമെങ്കിൽ, എല്ലായിടത്തും ദൈവ സ്നേഹത്തിന്റെ തീ കത്തണമെങ്കിൽ ആത്മപകർച്ച കൂടിയേ തീരൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ആത്മപകർച്ച നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ പെട്ടെന്ന് കർത്താവിന്റെ അരൂപി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ആത്മനിറവോടുകൂടിയുള്ള സുവിശേഷ പ്രസംഗം നമ്മൾ വിശ്വാസത്തോടെ അത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകും. അതിന് ഏറ്റവും വലിയ തെളിവാണ് അപ്പോസ്തല പ്രവർത്തനം 10:44 നമ്മൾ കണ്ടത്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷമാണ്. ആത്മശക്തിയോടെ, ആത്മാവിന്റെ നിറവോടെ ക്രിസ്തുവിന്റെ സുവിശേഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ അത് ആരെല്ലാം കേട്ടുകൊണ്ടിരുന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമുണ്ടായി, അവരുടെ മേൽ ആത്മപകർച്ചയുണ്ടായി. അഭിഷേകത്തിന്റെ തീ ആ കൂട്ടായ്മയിൽ കത്തിപ്പടരുകയാണ്. അപ്പൊ ആത്മപകർച്ച നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ ദൈവിക വ്യവസ്ഥ, നമ്മൾ വിശ്വാസത്തോടെ സുവിശേഷം കേൾക്കണം. സുവിശേഷ പ്രഘോഷണങ്ങളിൽ സ്നേഹത്തോടെ നമ്മൾ പങ്കെടുക്കണം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങൾ. ഫിലിപ്പോസ് ആദിമസഭയിലെ ഒരു ശ്രേഷ്ഠനായ ഡീക്കനാണ്. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയുള്ള ഫിലിപ്പോസ് വിജാതീയ പട്ടണമായ സമരിയായിൽ ചെന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. സമരിയാക്കാരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഞാൻ ആത്മാവിൽ പറയട്ടെ, എവിടെയെല്ലാം കർത്താവിന്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സമരിയ പട്ടണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അത്ഭുത രോഗശാന്തികൾ ഉണ്ടായി, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടായി, പൈശാചിക അടിസ്ഥാനങ്ങൾ തകർക്കപ്പെട്ടു. ആ പട്ടണത്തെ വരിഞ്ഞു മുറുക്കിയ പാപരോഗ ശാപബന്ധനത്തിന്റെ കുരുക്കുകൾ അഴിഞ്ഞുമാറി. അങ്ങനെ ആ പട്ടണവാസികളെല്ലാം ആത്മാവിന്റെ ആനന്ദം കൊണ്ട് നിറയപ്പെട്ടുവെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ആത്മനിറവോടുകൂടിയ സുവിശേഷ പ്രഘോഷണം ആത്മപകർച്ചയെ കൊണ്ടുവരുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 6-7 തിരുവാക്യങ്ങൾ തുടർന്നുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും. പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു. പെന്തക്കോസ്ത് നാളിൽ അതിശക്തമായ ആത്മപകർച്ചയുടെ അനുഭവം അപ്പോസ്തലന്മാർക്കുണ്ടായി. ആത്മനിറവോടെ
സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഇത് കേട്ട ജനത്തിന്റെ മേൽ എന്താ ഉണ്ടായത്? ആത്മാവിന്റെ പകർച്ചയുണ്ടാവുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച വേണോ? നമ്മുടെ മക്കളിൽ ആത്മാവിന്റെ പകർച്ച വേണോ? നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, പ്രവർത്തന മേഖലകളിൽ അതിശക്തമായ വിധം പരിശുദ്ധാത്മാവിന്റെ പകർച്ച വേണോ? നമ്മൾ ആഗ്രഹത്തോടെ കർത്താവിന്റെ സുവിശേഷം കേൾക്കുവാൻ തയ്യാറാകണം. ഇത് കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് മേൽ എന്തുണ്ടായി? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 പറയുന്നു, അവരുടെ മേൽ അതിശക്തമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് അവര് പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആഴമേറിയ അനുതാപം, മാനസാന്തരം പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. ആത്മപകർച്ചയുടെ ഒന്നാമത്തെ വ്യവസ്ഥ, നമ്മൾ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ സുവിശേഷം കേൾക്കുക. രണ്ടാമത്തെ ദൈവിക വ്യവസ്ഥ ഒരു മനസ്സിന്റെ പ്രാർത്ഥനയാണ്. ഒരേ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മങ്ങിപ്പോകും. ഐക്യതയുടെയും സ്നേഹത്തിന്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. ആദിമ സഭയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. വിശ്വാസികൾ ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ, ഒരേ ആത്മാവോടെ അവർ ഹൃദയം പൊട്ടി നിലവിളിച്ചു. കർത്താവിന്റെ നാമം വിളിച്ച് അവരെ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:31 എന്ന് പറയുന്നത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ഇത് വെറും ഭൂകമ്പമല്ല, ഇത് ദൈവശക്തിയുടെ വ്യാപാരമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. രണ്ടാമത് അവിടെ വചനം പറയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അതിശക്തമായ ആത്മപകർച്ച അവർക്കുണ്ടായി. ഓ പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ആവശ്യം ഇതേ പകർച്ചയല്ലേ? നമ്മുടെ ശുശ്രൂഷകളിലെ, നമ്മുടെ കൂട്ടായ്മകളിലെ പരിശുദ്ധാത്മാവ് ഇതുപോലെ ഇറങ്ങി വന്നാൽ ആദിമസഭയതിനേക്കാൾ അതിശക്തമായ ദൈവപ്രവർത്തികള് ഇന്ന് നമ്മുടെ ശുശ്രൂഷകളിലൂടെ, കൂട്ടായ്മകളിലൂടെ സ്വർഗം വെളിപ്പെടുത്തും. അവരെല്ലാവരും ആത്മപകർച്ചയിൽ നിറയപ്പെട്ടു. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയൻ മിഷണറി ടോമി ഹിക്സ് പറഞ്ഞൊരു അനുഭവം ഓർക്കുകയാണ്. കംബോഡിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അധികം വിദ്യാഭ്യാസമില്ലാത്ത അപരിഷ്കൃതരായ ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അവര് ആദിമസഭയുടെ അനുഭവം പ്രാപിച്ചവരായിരുന്നു. ഒരേ ഹൃദയത്തോടെ അവരെന്നും യേശു നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ദൈവദിനം പങ്കുവെച്ച് അവർക്കുള്ളതെല്ലാം അവർ പരസ്പരം പങ്കുവെച്ച് ഒരു സ്നേഹ സമൂഹമായി ആ കൂട്ടായ്മ വളരുകയാണ്. ഇവർക്ക് അധികം വിദ്യാഭ്യാസമില്ല. ഈ സമയത്ത് ഒരു ദിവസം രാത്രിയിലെ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി ഇവർ ഒരുമിച്ച് കൂട്ടായ്മയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ ഒരു മനസ്സിന്റെ പ്രാർത്ഥനയുണ്ടോ, എവിടെ കൂട്ടായ്മയുടെ അനുഭവമുണ്ടോ, അവിടെ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ പല കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മങ്ങിപ്പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മ പകർച്ച ആ സമൂഹത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുകയാണ്. അവരുടെ കൂട്ടായ്മ ലീഡ് ചെയ്തിരുന്ന മനുഷ്യൻ, അവരുടെ ഒരു മൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനാണ്. മാതൃഭാഷ പോലും വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ അറിയാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു അവരുടെ ആ ലീഡർ, മൂപ്പൻ. അദ്ദേഹത്തിന് മേൽ അതിശക്തമായ വിധത്തിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടായി. അദ്ദേഹം ഉടനെ താൻ അതുവരെ പഠിച്ചിട്ടില്ലാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി, കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ആ സമൂഹത്തിലേക്ക് ഒഴുകപ്പെടുകയാണ്. ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന പലരും പുതുഭാഷകളിൽ, മറ്റു പല ഭാഷകളിൽ കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി.
കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശക്തമായൊരു പകർച്ച ആ കൂട്ടായ്മയ്ക്ക് പരിശുദ്ധാത്മ കൊടുക്കുകയാണ്. ഇതൊരു ദിവസമല്ല. പിന്നീട് പ്രിയപ്പെട്ടവരെ, വിദേശത്തുള്ള പല മിഷണറിമാരും അവിടെ വന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഈ കൂട്ടായ്മയിലുള്ള പാവപ്പെട്ട മനുഷ്യർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് അവർ ലോകത്തിന് പല രാജ്യങ്ങളിലും കടന്നു ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ആ വിധം പരിശുദ്ധാത്മാവ് ആ കൂട്ടായ്മയെ അഭിഷേകം ചെയ്ത് ഉയർത്തി. അപ്പോൾ ആത്മപകർച്ച പ്രാപിക്കാൻ രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ്? ഒരു മനസ്സിന്റെ പ്രാർത്ഥനയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:14 പറയുന്നുണ്ട്, ശിഷ്യന്മാർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ ഏക മനസ്സിന്റെ പ്രാർത്ഥന, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനം 2:4 അവരുടെ മേൽ അതിശക്തമായ ആത്മാവിന്റെ പകർച്ചയുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. വർഷങ്ങളായി പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി, പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആയിരങ്ങള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള സ്വർഗത്തിന്റെ മറുപടിയാണ്. ആത്മാവിന്റെ പകർച്ച നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ, അഭിഷേകമുള്ള അഭിഷിക്തന്മാരുടെ കൈവെപ്പ് വഴി. അഭിഷിക്തന്മാരുടെ കൈവെപ്പ് വഴി നമ്മുടെ മേൽ ആത്മപകർച്ചയുണ്ടാകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19 അധ്യായം 5 തിരുവാക്യം. അപ്പോസ്തലനായ പൗലോസ് എഫെസസിൽ പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. അതിനുശേഷം സ്ലീഹ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പൗലോസ് സ്ലീഹ എന്താ ചെയ്തത്? തന്റെ കരങ്ങൾ അവരുടെ മേൽ വെച്ചു. വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിശക്തമായ ആത്മപകർച്ചയുണ്ടായി. അവരെല്ലാവരും പുതുഭാഷകളിൽ, അന്യഭാഷകളിൽ, ഭാഷാവരത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. പ്രവചന ദൂതുകൾ വെളിപ്പെട്ടു. അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം ഉണ്ടാവുകയാണ്. എപ്പോഴത് സംഭവിച്ച്? പൗലോസ്ലീഹായുടെ കൈവെപ്പ് വഴി. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8 അധ്യായം 14 തിരുവചനം. സമരിയായുള്ളവർ വചനം കേട്ടു എന്നറിഞ്ഞപ്പോൾ ജെറുസലേമിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ പത്രോസ് യോഹന്നാനും സമരിയായിലേക്ക് കടന്നു ചെല്ലുകയാണ്. 17 വചനത്തിൽ പറയാണ്, അവർ അവരുടെ മേൽ കൈകൾ വെച്ചു. അതിശക്തമായ ആത്മപകർച്ചയുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അഭിഷിക്തന്മാരുടെ കൈവെപ്പ് വഴി പ്രിയപ്പെട്ടവരെ നമ്മുടെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് 2 ലേഖനം 1 അധ്യായം 6 വചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, എന്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹയുടെ കൈവെപ്പ് വഴി തിമോത്തിയോസിന് ലഭിച്ച ദൈവിക വരങ്ങൾ, കൃപാവരങ്ങള്, ആത്മാവിന്റെ പകർച്ച വീണ്ടും 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 ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മപകർച്ച സ്വീകരിക്കാനുള്ള മൂന്നാമത്തെ വഴി അഭിഷിക്തന്മാരുടെ കൈവെപ്പാണ്. അവസാനമായി പ്രിയപ്പെട്ടവരെ, ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പലപ്പോഴും പല അഭിഷിക്തന്മാരുടെ കൈവെപ്പ് സ്വീകരിക്കാൻ കർത്താവിനോട് കരുണ കാണിച്ചിട്ടുണ്ട്. ചില അഭിഷിക്തന്മാര് ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം പ്രകടമായ വിധത്തിൽ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ അതിശക്തമായ പകർച്ച കൊണ്ട് കർത്താവ് പൊതിയുന്ന അനുഭവങ്ങൾ അനേക പ്രാവശ്യം അനുഭവിക്കാൻ സ്വർഗം ഇടവരുത്തിയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 37 തിരുവചനത്തിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന് അരുവികൾ അവിടെ ഹൃദയത്തിൽ നിന്നൊഴുകും. ആത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രിയ സഹോദര സഹോദരി ദാഹിക്കുക. ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം ദാഹിച്ചു പ്രാർത്ഥിക്കേണ്ടി വരും. മടുത്തു പോകാതെ, പിന്മാറിപ്പോകാതെ പ്രാർത്ഥനയിൽ വിശ്വസ്തരായി ആത്മപകർച്ചയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ദാഹാർത്ഥരായി പ്രാർത്ഥിക്കുന്നുവോ അതനുസരിച്ച്
കർത്താവ് നമ്മെ നിറയ്ക്കും. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ 15-ാമത്തെ വയസ്സിലാണ് പരിശുദ്ധാത്മ അഭിഷേകം പ്രകടമായ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ആ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഭാവിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവേ, ആത്മാവിന്റെ പകർച്ച നൽകണമേ, പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. നാളുകൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രിയിൽ കർത്താവിന്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങി വന്നു. അതിശക്തമായ വിധത്തിൽ തന്റെ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതെന്റെ മാത്രം ഒരു അനുഭവമല്ല, നൂറുകണക്കിന് ദൈവദാസന്മാർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ, ആയിരങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് പങ്കുവെക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മടുത്തു പോകാതെ, പിന്മാറിപ്പോകാതെ തീഷ്ണതയോടെ ദാഹിക്കുക, ആഗ്രഹിക്കുക. എന്തിനു വേണ്ടി? ആത്മപകർച്ചയ്ക്ക് വേണ്ടി. കർത്താവിന്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് സ്വർഗം നമുക്ക് നൽകിയ ഈ ആത്മീയ ദൂതുകള് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ആത്മാവിന്റെ പ്രവർത്തനത്തിനായി, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എൻ്റെ യേശു സ്നേഹമായി എന്നിലേക്ക് എഴുന്നള്ളുമ്പോൾ എല്ലാം മറന്നു സ്തുതി പാടുന്നു, നിന്നിൽ അലിയ മിഴിനീരോടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന തിരു സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ മുമ്പിൽ മുട്ടുകുത്തി ഇരുകരങ്ങളും യാചനാപൂർവം തിരുസന്നിധിയിൽ നമുക്ക് നീട്ടിപ്പിടിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. ആത്മപകർച്ചയ്ക്കായി ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്കും ദേശാന്തരങ്ങളിലേക്കും നമ്മുടെ കൂട്ടായ്മകളിലേക്കും നമ്മുടെ തലമുറകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പകർച്ചയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എല്ലാം ഏറ്റെടുത്ത് സകലതും ആത്മാവ് ക്രമപ്പെടുത്തുവാനുള്ള ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയില് ഹൃദയം പൊട്ടി വിശ്വാസത്തോടെ നിലവിളിച്ച് നമ്മൾ ഈശോ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈശോയേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് ആത്മാവിന്റെ പകർച്ച നൽകണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് ആത്മപകർച്ച നൽകണമേ. ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ആത്മാവിന്റെ പകർച്ച നൽകണമേ. വിട്ടുമാറാത്ത രോഗപീഠകളിൽ കഴിയുന്നവരിലേക്ക്, സാമ്പത്തികമായി തകർന്ന ജീവിതങ്ങളിലേക്ക് ആത്മാവിന്റെ പകർച്ച നൽകണമേ. ഞങ്ങളുടെ തലമുറകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പകർച്ച നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മ അനുഭവം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കാട്ടുതീ പോലെ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഞങ്ങളെ പൂരിതമാക്കുന്ന കർത്താവേ, നന്ദി, നന്ദി. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ആത്മപകർച്ച കൊണ്ട് ഞങ്ങളെ പൂരിതരാക്കിയതിനായി നന്ദി ഈശോയെ, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നാവ് കൊണ്ട് നമ്മൾ പാപം ചെയ്യരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു തരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ.